അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചകളൊക്കെ നമുക്ക് പാരന്റ്സ് മീറ്റും മറ്റൊക്കെ വിളിച്ചിട്ട് ഭാവിയിൽ ഉണർത്താം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട നഈമി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بحق نبيك وحبيبك محمد صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളുള്ള CK ഉസ്താദ്, സുബൈർ മാസ്റ്റർ, ബഷീർ മാഷ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിരുന്ന് അവസാനിക്കുകയാണ്. ഒരു വിരുന്നാകുമ്പോൾ സാധാരണ പോലെയുള്ള ഒരു സദ്യ മതിയാകില്ല. കുറേയേറെ നമ്മൾ അതിനെന്ത് ചെയ്യണം, വിളമ്പേണ്ടി വരും. അതുകൊണ്ട് കുറേയേറെ വിഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വിളമ്പപ്പെട്ടിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട്. ഇനി അതൊക്കെ കൂടി വയറ്റിൽ കിടന്നൊന്ന് ദഹിക്കണമല്ലോ. അതിനതിൻ്റെ അറ്റത്ത് വെക്കുന്ന ഒരൽപ്പം ഉപ്പ് മാത്രമേ ഞാൻ ഇട്ട് തരുന്നുള്ളൂ. അത് നിങ്ങളെ പ്രഷർ കൂടാത്ത രൂപത്തിൽ തന്നെ വളരെ കുറച്ചേ വിളമ്പുകയും ചെയ്യുകയുള്ളൂ എന്ന് ആമുഖമായി അറിയിച്ച്, കാരണം നിങ്ങളൊക്കെ നോട്ടം കാണുമ്പോൾ അല്ലാഹ് ഇയാളെയും കൂടി സഹിക്കണമല്ലോ, ചോറ് കിട്ടണമെങ്കിൽ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാനും നിങ്ങളുടെ കൂട്ടത്തിലാണല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ഇരുന്നോളൂ. ചൊല്ലാൻ അതിൻ്റെ ബാക്കി ഒരുപാടുണ്ട്. ചൊല്ലാൻ സമയമില്ലാത്തത് കൊണ്ട് ചൊല്ലാതിരുന്നതാ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന അവിടുത്തെ മുഹബ്ബീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. ഞാൻ അവിടെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ ഇസ്ലാമിലേക്ക് സമ്പൂർണമായി പ്രവേശിക്കണം. അല്ലേ? സമ്പൂർണമായ പ്രവേശനം സാധ്യമാകുന്നത് ഈമാനിന്റെ സമ്പൂർണതയിലെത്തിയവർക്കാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് എന്നെക്കുറിച്ച് ഞാനും നിങ്ങളിൽ ഓരോരുത്തരെ കുറിച്ച് നിങ്ങളുമാണ് ചിന്തിക്കേണ്ടത്. ഇന്ന് പലരും മുസ്ലിങ്ങളായിട്ടുണ്ട്. പക്ഷേ പലരുടെയും ഒരു അഭിപ്രായം ഇസ്ലാമികമായ കാര്യങ്ങളിൽ തന്നെ ചിലതൊക്കെ നമുക്ക് അരോചകമായി അനുഭവപ്പെടുന്നവയുണ്ട് എന്നാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ അങ്ങനെ ഒന്നുണ്ട്, രക്ഷിതാക്കൾക്കിടയിലുണ്ട്, യുവമിഥുനങ്ങൾക്കിടയിൽ അങ്ങനെയുണ്ട്. ചിലതൊക്കെ നമുക്ക് മാറ്റിവെക്കുകയും ചിലതിനെയൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അതിനെയാണ് ഖുർആൻ നഖശിഖാന്തം എതിർക്കുന്നത്. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഫിസ്സിൽമി കാഫത്തൻ. ഈ മതത്തെ സമ്പൂർണമായി ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുക എന്നാണ്. അങ്ങനെ സാധിക്കണമെങ്കിൽ ഓരോ കാര്യങ്ങളിലും നേരത്തെ CK ഉസ്താദ് പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? വിശദമായ പഠനങ്ങൾ നമ്മൾ നടത്തണം.
ചിലതൊക്കെ കാലന്തരേണ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊന്നും അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ല എന്ന് തോന്നുന്നിടത്തേക്ക് കാര്യമെത്തിയിട്ടുണ്ട്. വേറെ ചില കാര്യങ്ങളൊക്കെ അതൊക്കെ ഇസ്ലാമിലുള്ളത് തന്നെ അല്ലേ എന്ന ചിന്തയിലും എത്തിയിട്ടുണ്ട്. രണ്ടും നേരെ വിപരീതമാണ്. ഒരു ഉദാഹരണം പറയാം. നിക്കാഹ് കഴിഞ്ഞു. എവിടുന്നാ നിക്കാഹ് കഴിയ? കല്യാണ മണ്ഡപത്തുനിന്ന്, അല്ലേ? ഇപ്പത്തെ ഒരു പതിവ് അങ്ങനെയാണ്. ഉസ്താദ് അതിന്റെ കാതലായ വശങ്ങൾ പറഞ്ഞു, എവിടുന്നാ വേണ്ടത് എന്നൊക്കെ. ഞാൻ നടപ്പുകാര്യത്തെ കുറിച്ചാ പറഞ്ഞത്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിവാഹം നടക്കുന്നു. ആ വിവാഹം നടന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ സുന്നത്തായ ഒരു നിക്കാഹിന്റെ അംശങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ എന്താകുന്നുള്ളൂ, ലഭ്യമാകുന്നുള്ളൂ. അവിടെ ഹറാമുകളുടെ വലിയ ഒരു വേലിയേറ്റം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. എന്നാൽ നമ്മളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ചൂട് മനസ്സിൽ അനുഭവപ്പെടാറുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്നതിന്റെ തൊട്ടടുത്തുള്ള ഒരു മഹല്ല് കമ്മിറ്റി കല്യാണ മണ്ഡപങ്ങളിൽ വെച്ചുകൊണ്ട് നിക്കാഹ് നിരോധിച്ചിട്ടുണ്ട്. പള്ളിയിലെ ഖാദിയാര് കല്യാണ മണ്ഡപത്തിലേക്ക് നിക്കാഹിന് വരില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു അത് വിജയിപ്പിച്ചു കൊടുക്കട്ടെ. ഇപ്പൊ നിക്കാഹൊക്കെ പള്ളിയിലാണ്. അവിടുത്തെ നിക്കാഹൊക്കെ പള്ളിയിലാണ്. കാരണം എന്താ? അങ്ങോട്ട് വരൂല. കാരണം അവിടെ നടക്കുന്ന കോപ്രായങ്ങളെ കാണാൻ കഴിയില്ല, അല്ലേ? ഇപ്പം വിവാഹം എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താക്കിയ ഒരു കർമ്മം. ആ കർമ്മത്തെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത് എവിടെയാണ്? എന്റെ അടുത്ത് ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ നിക്കാഹ് നടന്നു. എന്നിട്ട് മഹർ കെട്ടാൻ വേണ്ടി വരുന്നില്ല എന്ന് അവർ തീരുമാനിച്ചു. മഹർ കെട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ നാടൻ മലയാളത്തിൽ നമുക്ക് താലി കെട്ടെന്ന് പറയാം, അല്ലേ? അങ്ങനെയല്ലേ അതിന്റെ ശരി? താലി കെട്ടാൻ വരുന്നില്ല എന്ന് അവർ തീരുമാനിച്ചു. കാരണം അവർ അത്യാവശ്യമൊക്കെ ദീനീബോധമുള്ളവരാണ്. അപ്പൊ വീട്ടിൽ ഒരു പിടി പെണ്ണുങ്ങൾ കാത്തു നിൽക്കുകയാണ്. എന്തിന്? ഇപ്പൊ വരും താലി കെട്ട് പുതിയാപ്പളനെ കാണാൻ കാത്തുകയാണ്. കാരണം ഇതൊരു കാഴ്ച വസ്തുവാണല്ലോ. നേരത്തെ ഉസ്താദ് പറഞ്ഞ നിയമമൊന്നും അവിടെ ബാധകല്ല കേട്ടോ. കാരണം പുതിയാപ്പളനെ കാണുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മുവക്കതായ ഒരു സുന്നത്താന്ന് വിചാരിച്ചിട്ട് അയലോകത്തുള്ള നാനാവിധ പെണ്ണുങ്ങളും എന്ത് ചെയ്യും? അതിനുവേണ്ടി കാത്തു നിൽക്കും. കാരണം അതൊരു പ്രദർശന വസ്തുവാ. നാളെ ഇനി ഒരു പക്ഷേ കാണാൻ പറ്റാതെ മരണപ്പെട്ടു പോയാൽ പടച്ചറമ്പ് ചോദിക്കൂലേ, എന്റെ അയലോകത്തെ രായൻകുട്ടിന്റെ മകളെ കെട്ടിച്ചിട്ട് പുതിയാപ്പളിനെ എന്തേ കാണാഞ്ഞു? അപ്പൊ അത് വിചാരിച്ചിട്ട് എല്ലാരും ഇങ്ങനെ തിക്കി തിരക്കി കാണാൻ നിൽക്കുക. അപ്പൊ ഇങ്ങനെ വന്നു അമ്മോശൻ കാക്ക സ്വർണം കൊണ്ടുവന്ന്, നേരത്തെ പറഞ്ഞ താലി അല്ലെങ്കിൽ മഹർ കൊണ്ടുവന്ന് എന്ത് ചെയ്യാണ്? മോളെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു ആരെങ്കിലും ഒന്നും കെട്ടിക്കൊടുത്തില്ലേ. അപ്പൊ പുതിയാപ്പിള വരൂലേന്നാ. പുതിയാപ്പിള വരൂല. അപ്പൊ അക്കൂട്ടത്തില് ഒരു 50-55 വയസ്സ് പ്രായമുള്ള ഒരു പെണ്ണ് ചോദിക്കുക അത്രേ, അപ്പം നിക്കാഹ് ശരിയാകൂ? ആലോചിക്കി എവിടെ എത്തി കാര്യം. ഇത് ഞാനൊരു അതിശയോക്തിക്ക് വേണ്ടി ഒരു തമാശ പറഞ്ഞതല്ല, ഉള്ളത് പറഞ്ഞതാ. കാരണം പള്ളിയിൽ നിന്നുകൊണ്ടാ പറയുന്നത്. ആ 50-55 വയസ്സായ ഉമ്മയുടെ മനസ്സിൽ ഇപ്പൊ എന്തായിട്ടുണ്ട്? പുതിയാപ്പിളനെ കൊണ്ടുവന്നിട്ട് അത് കെട്ടിക്കൊടുത്തെങ്കിലേ നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങ് സമ്പൂർണമാവുകയുള്ളൂ. അപ്പൊ അതൊന്നും ഇസ്ലാമിൽ ഇല്ലേ എന്നാ രണ്ടാമത്തെ ചോദ്യം. ഏതുപോലെ എന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടപ്പോ അയലോകത്തുള്ള സ്ത്രീകളൊക്കെ പാടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? വിറകൊക്കെ കൊണ്ടുവന്നിട്ട് ചൂടുള്ള വെള്ളം ഉണ്ടാക്കി കുളിപ്പിക്കുന്നത്. ഞങ്ങള് 4 മക്കള് കൂടിയിട്ടാ. 3 ആളും ഈ ദോഹ ഇട്ടവരാ. അള്ളാഹു ഉപ്പാടെ ഉമ്മാടെയൊക്കെ ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. മസ്അല നമുക്കറിയാമല്ലോ. ഉപ്പാനെ അന്ന് രാവിലെയും നന്നായി കുളിപ്പിച്ചതാണ്. എന്നതിന് ശേഷം മരിക്കുന്നത്. അതുകൊണ്ട് ചളിയൊന്നും അശേഷമില്ല. പക്ഷെ നാട്ടിലൊരു ചടങ്ങുണ്ട്, മരിച്ച എന്ത് വെള്ളം കൊണ്ട് കുളിപ്പിക്കണം? ചൂടുവെള്ളം കൊണ്ട് കുടിപ്പിക്കണം. അതിന് അയൽവക്കക്കാരൊക്കെ കൂടി ചെയ്യുന്ന ഒരു മഹത്തായ സേവനമാണെന്ത്. എന്റെ അമ്മയ്ക്ക് എപ്പോഴും പറയും, 4 ഉള്ളി വിറക് അവിടെ നിന്നോട്ടെ, അതിന്റെ മയ്യത്തുളിപ്പിക്കാൻ വെള്ളം ചൂടാക്കാനാണ്. എന്റെ ഉമ്മയെയും അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ബാപ്പാനെയും കുളിപ്പിക്കേണ്ടി വന്നില്ല. വെള്ളം തിളച്ചത് അവിടെ കിടന്നു. കുളിപ്പിച്ചും മറമാടിയൊക്കെ വന്നതിനു ശേഷം അയൽപക്കത്തുള്ള സഹോദരിമാർക്കിടയിൽ ഒരു മുറുമുറുപ്പ്. എന്റെ ഉമ്മാക്കാണെങ്കിൽ അതൊന്നും ചിന്തിക്കാൻ പറ്റിയ ഒരു സന്ദർഭം അല്ല. അപ്പൊ എന്റെ വലിയ ഇത്ത വന്നിട്ട് ചോദിച്ചു, അല്ല കുട്ടികളെ, നിങ്ങൾ എന്തേ ഇപ്പൊ ചൂടുവെള്ളം ഒന്നും എടുക്കാഞ്ഞു? അപ്പൊ ചോദിച്ചു, എന്തേ? പോലെ അതൊക്കെ കാച്ചി വെച്ചിട്ട് നിങ്ങളെ അതിനൊരു തുള്ളി തൊട്ടില്ലാന്ന്. അല്ല ചോദിച്ചു, അവിടെ എന്തുണ്ട്? വേണമെങ്കിൽ എടുക്കാമെന്നുള്ളത് മസാലയുണ്ട്. നല്ലോണം ചെളിയൊക്കെ ഉണ്ട്. കുതിർത്ത് കളയണമെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിക്കാം. പക്ഷെ നല്ലതെന്താണ്? തണുത്ത വെള്ളമാണ്.
ആ മസ്അല പോലും അവരുടെ ഒരു ചടങ്ങായി എന്നതുപോലെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിക്കാഹാണ്. നിക്കാഹിന് മഹർ കെട്ടുക എന്നുള്ളത് നിക്കാഹിന് പള്ളിയിൽ വെച്ചുകൊണ്ടോ അല്ലാതെയോ കബിൽത്തു പറയുന്നതിനേക്കാളും നിർബന്ധമായ ഒരു കാര്യമായി പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും എന്ത് ചെയ്തിട്ടില്ല, മഹർ കെട്ടാൻ വേണ്ടി പോയിട്ടില്ല. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പരമാവധി നഖശിഖാന്തം എതിർത്തു കാണിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ നിങ്ങൾ. ചിലയിടങ്ങളിലൊക്കെ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ വരുന്നുണ്ട്. അവിടെയാണ് നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രതിഫലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പ്രതിഫലം പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങൾ കേൾക്കണോ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി, എന്റെ ഉമ്മത്തൊക്കെ ഫസാദാകുന്ന കാലത്ത്. എന്താ ഫസാദാകുക എന്ന് പറഞ്ഞാൽ? മറ്റിതര ജനവിഭാഗങ്ങളിലൊക്കെ കാണുന്ന പല അരുതായ്മകളും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നുകൂടുകയും നമ്മുടെ സമൂഹത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന സുന്നത്തുകളൊക്കെ ഇല്ലാതായി പോവുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അപ്രസക്തമാവുകയും ചെയ്യുന്ന ഒരു കാലത്ത് എന്റെ സുന്നത്ത് മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അത് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിലകൊള്ളുന്നവന് അജ്റു മിഅത്തി ഷഹീദ്. ഈ ഹദീസ് ഓതുമ്പോ വന്ദ്യരായ ഗുരുവര്യരോട് ചോദിച്ചു പോയിട്ടുണ്ട്, മിഅത്തു ഷഹീദോ? കാരണം എന്താ? ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വഫാത്താകുമ്പോ, ഷഹീദാകുമ്പോ അവർക്ക് ലഭിക്കുന്നത് ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം. എന്റെ സമുദായം ഫസാദിലാകുമ്പോ അവിടെ നേരാംവണ്ണമുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിനുവേണ്ടി മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവർക്ക് അള്ളാന്റെ റസൂൽ ഓഫർ ചെയ്യുന്നത് 100 രക്തസാക്ഷിയുടെ പ്രതിഫലം. അത് ഇന്നത്തെ കാലത്തെ കണ്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇട്ട ഓഫറാ. എന്റെ ഈ മഹല്ലിലെ മുഴുവൻ ആളുകളോട് ഞാൻ പറയാ, നിങ്ങൾക്ക് ആ ഓഫർ സ്വീകരിക്കാൻ പറ്റിയ കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളൂ ബിൻ വാജിദ്, സുന്നത്തുകളെ മുറുകെ പിടിക്കുന്നത് അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിച്ചു നിന്നോളൂ. നമുക്ക് വിജയിക്കുവാനും രക്തസാക്ഷികളുടെ പ്രതിഫലം വാങ്ങാനും പറ്റുന്ന കാലമാണ്. കാരണം ഇത് പറയാൻ നമ്മളേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. നന്മ പറയുവാനും നന്മയുടെ വഴിയെ ചലിപ്പിക്കുവാനും നമുക്കേ സാധിക്കുന്നുള്ളൂ. നമുക്കേ അതിനു മാത്രം അജണ്ട വെച്ച് പോകുന്നുള്ളൂ. മറ്റേതൊരു വിഭാഗത്തെ എടുത്താലും അവർക്ക് അവരുടേതായ അജണ്ടകൾ മറ്റു പലതുമുണ്ട്. നമുക്കതൊന്നുമില്ല. സുന്നത്ത് ജമാഅത്ത് പറയാന്നല്ലാത്ത ഒരു അജണ്ടയുമില്ല. ജീവിതത്തെ നന്മയിലൂടെ വഴി നടത്തലല്ലാത്ത ഒരു അജണ്ടയും ഈ ഒരു സംഗമത്തിന്റെ പിന്നിൽ ഇല്ല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, എവിടെയും അങ്ങനെയാണ്. ഞാൻ ഓരോന്നെടുത്തു പറയുന്നില്ല. വിവാഹം എന്ന് പറഞ്ഞത് ആദ്യം തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു കുടുംബം എന്ന് പറയുമ്പോ നിങ്ങളെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു കൂട്ടുമ്പോ ഒരു കുടുംബത്തിന്റെ തുടക്കം വിവാഹത്തിലായതുകൊണ്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ നല്ല ഒരു കർമ്മം, സുന്നത്തായ കർമ്മം. അവിടെ വധുവിനെ വരനെയൊക്കെ തെരഞ്ഞെടുക്കുന്ന കാലമാണ്. അത് തെരഞ്ഞെടുത്തു കണ്ടെത്തി നടത്തേണ്ടതാണ്. എന്തുകൊണ്ട്? അതല്ലാതെ നടക്കുന്ന. ഇപ്പൊ വിവാഹം എന്ന് പറഞ്ഞാൽ 2 രൂപ ഉണ്ടല്ലോ. എന്തൊക്കെയാ വിവാഹത്തിന്റെ 2 രീതികൾ? ഒന്നാ പഴയ രീതിയുണ്ട് അല്ലെ, നേരത്തെ ആരോ പറഞ്ഞല്ലോ, പുതിയാപ്പിളിനെയും പുതിയണ്ണിനെയൊക്കെ പോയി കണ്ട് അല്ലെ, ആ കാഴ്ചകളിലൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഉപ്പിട്ട് പോകാനേ സമയമുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഞാൻ തിരിയുന്നില്ല. കാഴ്ചകളൊക്കെ വളരെയേറിയ പ്രശ്നങ്ങളായ ഒരു കാലമാണ് ഇപ്പൊ പെണ്ണ് കാണാൻ പെണ്ണ് കെട്ടാൻ പറിച്ചു. എന്റെ ഒരു സുഹൃത്തിനോട്, എന്റെ നാട്ടുകാരനായ ഒരു സുഹൃത്തിനോട്, ഈ ഗൾഫിൽ നിന്ന് വന്നതാ, ഇപ്രാവശ്യം പെണ്ണിട്ടില്ലേ എന്ന് വെച്ചപ്പോ മോൻ പറഞ്ഞ് ഞാൻ കെട്ടണം എന്ന് വിചാരിച്ച് വന്നതാ. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ഇവരവ അതിന് പറ്റൂല. കാരണം എന്താ? കുറച്ചൊന്ന് ഒരുങ്ങി വരണം. കാരണം ലക്ഷങ്ങളുടെ ചെലവ് പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് നിക്കാഹിനോളം എത്തുമ്പോഴേക്കുണ്ടേ ഇല്ലേ? ഒരു നിക്കാഹിന് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ പോയപ്പോ എന്റെ കയ്യിലൊന്നും ഉണ്ടായില്ല, നോമ്പിനാ പോയത്. എന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് എന്റെ കുടുംബങ്ങളൊക്കെ പോയത് നോമ്പിനാ. അതുകൊണ്ട് 1 ഉറുപ്പിക ചെലവില്ല. ഓൽക്കും ചെലവില്ല, നമുക്കും ചെലവില്ല. മിഠായി കൊടുക്കണമെന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ പെങ്ങന്മാരോട് പറഞ്ഞു, മിഠായി തിന്നാൻ പറ്റുന്ന സമയമല്ലല്ലോ അല്ലേ, എന്നാ പിന്നെ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. അവരിങ്ങോട്ടൊരു തുള്ളി വെള്ളം തന്നിട്ടില്ല, നമ്മൾ അങ്ങോട്ടൊരു തുള്ളി വെള്ളം കൊടുക്കേണ്ടി വന്നിട്ടില്ല. ശവ്വാലിൽ നിക്കാഹ് നടന്നു, റമദാനിലാണ് ഉറപ്പിക്കലും കാണലും കാര്യങ്ങളും ഒക്കെ നടന്നത്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി. അൽഹംദുലില്ലാഹ് 22 വർഷങ്ങൾക്ക് ഇപ്പുറത്ത്
ജീവിക്കുമ്പോ സന്തോഷമേ ഉള്ളൂ, അതുകൊണ്ടൊന്നും ഒരു കുറവൊന്നും വന്നില്ല. എന്റെ ഒരു രൂപയുടെ മിഠായി അവളോ അവളുടെ കൂട്ടുകാരികളോ കുടുംബക്കാരോ തിന്നാത്തത് കൊണ്ട് ഒരു രസമില്ലായ്മയും ഞങ്ങളുടെ വിവാഹത്തിൽ ഇതുവരെ അനുഭവപ്പെട്ടില്ല. അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ. നിങ്ങൾ ആമീൻ പറഞ്ഞോളി കൂട്ടരെ, നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? എന്റെ പെണ്ണുങ്ങൾ ഇന്ത്യൻ കാര്യമല്ലേ പറഞ്ഞത്. കുറെ ആൾക്കാർ ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, എല്ലാവർക്കും അസന്തോഷം ഉണ്ടാകും അല്ലേ? എന്താ കുറവുള്ളത് അതുകൊണ്ട്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര രൂപ വേണം ഒരു മിഠായി കൊടുക്കൽ എന്ന് പറയുന്ന അനാവശ്യമായ ഒരു അനാചാരത്തിന്? അപ്പൊ ചിലർ ചോദിക്കും, എത്താ അപ്പൊ മിഠായി കൊടുക്കണേന് പ്രശ്നമുണ്ട്. ചിലതൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ട്, അതിന് പത്താന്നൊരു ചോദ്യം. ആ ചോദ്യമാണ് പല അനർത്ഥങ്ങളിലേക്കും നമ്മൾ വഴിവെക്കുന്നത് അല്ലേ? കാണാൻ പോകുമ്പോ ആരാ കാണാൻ പോവാ? ആദ്യമായിട്ട് എന്റെ മോന് പെണ്ണ് കാണാൻ വേണ്ടി ഞാനും എന്റെ ഭാര്യ ഒന്ന് പോയി വെക്കും. എനിക്ക് എങ്ങനെ ഇത് കാണല് ഹലാലാവുക? അവസ്ഥ എന്റെ മോന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോകുമ്പോ ആദ്യം കാണാൻ പോണ ഉമ്മയും ബാപ്പയും പോയി പറ്റട്ടെ എന്ന്. ബാപ്പാക്ക് ഹറാമാണ് കൂട്ടരെ. കെട്ടുന്ന പുരുഷന് മാത്രമേ ഹലാലാവുള്ളൂ കാഴ്ച, അതല്ലാത്ത ഒരു പുരുഷനും ഹലാലാവില്ലല്ലോ. പിന്നെ എങ്ങനെയാ ബാപ്പ പോകല്? ബാപ്പാക്ക് എപ്പോഴാ കാണല് ഹലാലാകുക? ഉസ്താദ് നേരത്തെ പറഞ്ഞു, മകൻ നിക്കാഹ് കഴിച്ചതിന് ശേഷം പ്രപ്പോസ്ഡ് ആയാ പോരാ, നിക്കാഹ് കഴിയണം, എന്നാലേ ബാപ്പ കാണാൻ പറ്റുള്ളൂ. അപ്പൊ കാണാൻ പോകേണ്ടത് ആരാ? ഓൻ പോണം. എന്നാ ഓന്റെ ഒപ്പം കൂട്ടുകാർക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല, നിയമം അങ്ങനെയല്ലേ അല്ലേ? ഇതിനൊരു പടയൊന്നായിട്ട് പോവുക, എന്നിട്ട് പിന്നെ ഫോട്ടോഷൂട്ടും അതിനപ്പുറത്തും എന്തൊക്കെയാ നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്. പിന്നെ അത് കൊണ്ടുവന്നിട്ട് എവിടെ വെക്കണം? എവിടെ വെക്കണം? എന്റെ ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ വാട്സാപ്പിന്റെ ഒക്കെ എന്താ പറയാ, DP-യോ അല്ലേ? അതിനപ്പുറത്തൊക്കെ വെച്ചിട്ട് അത് വിലസുകയാണ്. ഞാൻ പറയുന്നത്, ഹലാലായി തുടങ്ങേണ്ട ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും ആദ്യത്തെ അഗ്രം തന്നെ ഹറാമിൽ മുക്കി വെച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മക്കൾ ഇപ്പൊ സങ്കടങ്ങളെ തരുന്നുള്ളൂ അല്ലേ? ഇപ്പൊ സങ്കടങ്ങളാ മക്കൾ തരുന്നത്. കാരണം എന്താ? ഇത് ഹറാമിൽ കുരുത്തതല്ലേ. തുടക്കം മുതലേ വേണ്ടാത്തരത്തിലാ തുടങ്ങിയത്. ഒരു നന്മയില്ലാതെ തുടങ്ങിയത് കൊണ്ട്, അധാർമികമായി തുടങ്ങിയത് കൊണ്ട് ധർമ്മങ്ങളൊന്നും അവിടെ നടമാടുന്നില്ല. ഇപ്പൊ നിങ്ങൾ നോക്ക, നേരം വെളുത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ മകൻ വരുമ്പോ പേടിയാ. കാരണം എന്താ? ഇവൻ ഏത് ലെവലിലാ എന്റെ അടുത്തേക്ക് വരുന്നത് നമ്മക്കറിയില്ല. നമ്മൾ കണ്ടതാണ് കാഴ്ചകൾ നമ്മൾ കണ്ടതാ. ഒരു കുടുംബത്തിൽ തന്നെ 5-6 പേരെ ഒന്നിച്ച് കൊലപ്പെടുത്തുകയാണ്. അതിനും ഇപ്പുറത്ത് എന്നെ വളർത്തിയതിനുള്ള ശിക്ഷയാണ് ഞാൻ നടപ്പിലാക്കിയതെന്ന് പറഞ്ഞത് നമ്മൾ തൊട്ടടുത്ത് താമരശ്ശേരിയില അല്ലേ? എന്നെ വളർത്തിയതിനുള്ള ശിക്ഷയാണ് എന്റെ ഉമ്മാക്ക് ഞാൻ കൊടുത്തത്. നമ്മളെ ഹലാല് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമം വെച്ചതൊക്കെ എന്തിനാണെന്നറിയോ? നല്ല ഒരു കുടുംബം സന്തോഷത്തിലായി പോകാനാ. അവിടെ പ്രാർത്ഥിക്കണമെന്നാ നേരത്തെ മാഷ് പറഞ്ഞത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ. കണ്ണിന് കുളിർമയുണ്ടാകുന്ന കാഴ്ചകൾ കിട്ടണമെങ്കിൽ അങ്ങനെയുള്ള രീതികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. വിവാഹത്തിൽ തുടങ്ങുന്ന ആഭാസങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞു, 1ാമത്തെ ദിവസം കല്യാണം. ആ കല്യാണത്തിന് എന്താ പറയാ? എന്റെ നാട്ടിൽ മഞ്ഞൾ കല്യാണം എന്ന് പറയും. ഇവിടെ അങ്ങനെ വല്ലതും പറയലുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലേ? തൃശ്ശൂർ ഞാൻ ചെന്നപ്പോഴേ ആദ്യമായിട്ടൊരു മഞ്ഞൾ കല്യാണം ഉണ്ട് എന്ന് കേട്ടിട്ട് ഞാനൊന്ന് അന്വേഷിച്ചത് എന്താ സംഭവം നിങ്ങൾക്കറിയോ ഉസ്താദേ? പെണ്ണിന്റെ മുഖത്ത് മഞ്ഞൾ വാരിത്തേക്കുന്ന പരിപാടി. അത് ആരാ വാരിത്തേക്കുന്നത്? ചെല്ലണോല് മുഴുവനും, ആണോ പെണ്ണോ അള്ളാഹു അഴലോ അല്ലേ? ഇപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ. ആണും പെണ്ണും തമ്മിലുള്ള കാഴ്ചകളൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാലത്തായി ഇപ്പോ. കയറി ചെല്ലുന്ന കൂട്ടുകാരികളൊക്കെ വാരിത്തേക്കുക. അമ്മായിന്റെ മകനും ഉമ്മാന്റെ കുടുംബവും ബാപ്പാന്റെ കുടുംബവും കുടുംബത്തിന്റെ കുടുംബവും. അവിടുന്ന് അങ്ങോട്ട് ഒരു ബന്ധങ്ങളും ഇല്ലാത്തവരൊക്കെ വന്നിട്ട് മാന്തി തേച്ച് കൊടുക്കും, മുഖത്തും മറ്റുമായിട്ട് മൈലാഞ്ചി മഞ്ഞള്. അങ്ങനെ ഒരു മഞ്ഞ കല്യാണം. അത് കഴിഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് ഒരു മൈലാഞ്ചി കല്യാണം. വരുന്നവരെല്ലാം പെണ്ണിന്റെ ദേഹത്ത് എവിടെയൊക്കെയാണോ ഇടാൻ പറ്റുന്നത് അവിടെയെല്ലാം മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ഒരു സംസ്കാരം. അതിനുമപ്പുറത്തേക്ക് കടന്നു വന്ന ആണിന്റെ വീട്ടിലാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, അവിടെയും ഉണ്ടത്രേ. എന്റെ നാട്ടിന്റെ അടുത്ത് ഇതിന്റെ അടുത്ത് നടന്ന ഒരു കല്യാണം. ഇവനെ കൊണ്ട് മഞ്ഞ ടീഷർട്ടൊക്കെ അടിയിച്ച് മഞ്ഞ കുപ്പായൊക്കെ അടിയിച്ചിട്ടൊരു കല്യാണം. അത് ചോദിച്ചപ്പോ എന്താ? ആണിന്റെ പേരയിലും മഞ്ഞ കല്യാണം അല്ലേ? എന്തു സംസ്കാരമാണ്! എന്തു ലജ്ജയില്ലാത്ത സംസ്കാരമാണ്! അത് മുഴുവനും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതിലാരൊക്കെയാ കൂടെ നിൽക്കുന്നത്? നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ കാണുന്നതിനുള്ള സീമകളുടെ പരമാവധി ലംഘിച്ചുകൊണ്ടുള്ള കാഴ്ചകൾ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വരണം. ഉദ്ഖുലു ഫി സിൽമി കാഫ. ഇസ്ലാമിലേക്ക് മുസ്ലിം കുടുംബങ്ങളൊന്ന് തിരിച്ചുവാ. എന്നിട്ട് അവസാനം എല്ലാം ചീഞ്ഞു നാറി തുടങ്ങുമ്പോ മദ്രസകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും? ഇവിടെ മദ്രസയിൽ ആരും തന്നെ ചൂതാട്ടം പഠിപ്പിക്കുന്നില്ല. മദ്രസകളിൽ ആരും വേണ്ടാത്തരം പഠിപ്പിക്കുന്നില്ല. കഞ്ചാവ് ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല. പക്ഷെ അവസാനം ആരെങ്കിലും കഞ്ചാവ് അടിച്ച് വല്ലതും ചെയ്താ മദ്രസയിൽ പഠിക്കുന്നവരല്ലേ എന്ന് വികിളി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ പഠിക്കുന്നതിനനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ രക്ഷിതാക്കളും കുടുംബങ്ങളും നമ്മളും
പാകപ്പെടുക എന്നതാണ് പ്രധാനം. അതിന് പാകപ്പെടുന്നിടത്തേക്ക് നമ്മൾ കാര്യങ്ങളെ കൊണ്ടുവരണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിവാഹം കഴിക്കുന്നതിന്റെ രണ്ടാമത്തെ ഒരു രീതിയുണ്ട്. ഞാൻ വളരെ വേഗം പറഞ്ഞു പോവുക. രണ്ടാമത്തെ ഒരു രീതി ഇപ്പൊ എന്താ? നമ്മൾ പരിപാടിയിൽ വിതരണം ചെയ്യാനേ ഐസ്ക്രീം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ പരിപാടി കഴിയുമ്പോഴേക്കും എന്താവും, അത് കേടുവന്നു. അതുകൊണ്ട് മെല്ലെ വിതരണം ചെയ്യും. ക്ലാസ്സിന് ശല്യമില്ലാത്ത രീതിയിൽ കഴിക്കും ചെയ്യുക. തിരിച്ച് വരുന്ന പേപ്പറിലിടുക. സ്ത്രീകളെ ഭാഗത്തുമേ കൊടുത്തു. അതൊരു നല്ല കാര്യമാണ്. കാരണം എന്താ അറിയോ, എല്ലാവരും ഇപ്പൊ അത്യാവശ്യം ചൂടില്ല. ഇനി എന്ത് ചെയ്യണം, അതൊന്ന് തണുപ്പിക്കുന്നത് നല്ലതാ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഐസ്ക്രീം ഒക്കെ എല്ലാവരും വാങ്ങിക്കോളൂ. അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, കഴിച്ചു ഒന്ന് തണുത്ത് അവിടെ ഇരിക്കുക. അധികം നീളൂല ഇൻഷാ അല്ലാഹ്. ഐസ്ക്രീമിന്റെ തണുപ്പ് വിടുന്നതിന്റെ മുമ്പ് ഞാൻ നിങ്ങളെ വിടും. അള്ളാഹു അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവർ, ഒരുപാട് പണച്ചെലവുണ്ട്. അവരെല്ലാവരും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമുക്കിടയിൽ ദുആ ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് എന്താ, അറേഞ്ച്ഡ് മാരേജിന്റെ കാലപ്പ് എന്തായി തുടങ്ങിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്, കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞാൽ എന്താ, അത് നേരത്തെ തന്നെ പറഞ്ഞ് ഉറപ്പിച്ചു വെക്കുന്നതിന് പകരം ഉമ്മയും ബാപ്പയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ പറ്റാവുന്നവരൊക്കെ പോയി പറ്റുന്ന രൂപത്തിലൊക്കെ കണ്ട് എല്ലാം തീരുമാനമാക്കി പക്വതയാർന്ന മനസ്സുകളിലൂടെ കടന്നു വന്ന് അന്വേഷണം കഴിഞ്ഞ് തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കുടുംബം അവർക്കൊരവസരം കൊടുത്തുകൊണ്ട് നടത്തുന്ന കല്യാണം. ഇപ്പത്തെ കല്യാണം നേരെ തിരിച്ചല്ലേ. ഇപ്പൊ 22 വയസ്സായ ഒരു മകന് ബാപ്പാക്ക് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട, ഏതോ ഒരു അറബിയുടെ പ്രസംഗം. എന്താ അതിനകത്തുള്ളത് എന്നറിയോ? പ്രായപൂർത്തിയെത്തിയ കുട്ടികൾക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാതിരുന്നാൽ അവര് മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഏതോ ഒരു അറബി പറയുന്ന ഒരു പ്രസംഗം എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുക്കുകയാണ് ബാപ്പാക്ക്. എന്നിട്ട് മകന്റെ ഒരു കമന്റ് എന്താണെന്നറിയോ, ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. കാരണം ഓന് 10-22 വയസ്സായിട്ടുണ്ട്. അപ്പൊ എന്നാ പിന്നെ അവനൊരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴോ എന്നാ ഒരു പെണ്ണ് കാണാ, അതിനൊന്നും ബാപ്പ നിങ്ങൾ മെനക്കെടണ്ട, സമ്മതം മൂളിയാ മതി, ആളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ആളെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴോ സുബ്ഹാനല്ലാഹ് അവനെക്കാട്ടിലും 1.5 വയസ്സിന്റെ മൂപ്പയോ കൊള്ളുന്ന. ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാ രസം. അതെന്താ ഉപ്പ നിങ്ങൾ അങ്ങനെ പറയണേ? എന്തേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത് 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഖദീജയല്ലേ. ഓ, എന്താണ് ചരിത്രബോധം! താൻ പ്രേമിച്ച കുട്ടിയെ കല്യാണം കഴിക്കാൻ ബാപ്പാനോട് വാഗ്വാദം നടത്തുമ്പോ മകന് ചരിത്രബോധം നന്നായിട്ട്. എന്താ ഇനിയിപ്പോ എന്താ നമ്മൾ പറയാന്ന് വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമൊന്നുമില്ല, മുത്തുനബിയുടെ ഒരു മക്കാമിലേക്കൊക്കെ ഓന് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഖദീജ ബിവിയോളം അവള് വരുമെങ്കിൽ ആവാം. പക്ഷെ ഒന്നുണ്ട്, ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജയുടെ വഫാത്ത് വരെ റളിയല്ലാഹു അൻഹാ മറ്റൊരു കല്യാണം കഴിച്ചിട്ടില്ല. സന്തുഷ്ടമായിരുന്നു ജീവിതം. ഉറപ്പാക്കാൻ പറഞ്ഞളീന അല്ലേ. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഭാര്യനെ അവര് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തൽ, ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാ നമ്മൾ ഇതിനെങ്ങനെ എതിർക്കുന്നത്? എന്തുകൊണ്ടാ നമ്മൾ ഇത് പാടില്ലെന്ന് പറയുന്നത്? പെൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇപ്പൊ മാഷും പറഞ്ഞല്ലോ, പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലാസ് ടംബ്ലറാണ്, ഒരു ഗ്ലാസ് ആണ് നമ്മുടെ മുമ്പിൽ. ഒരു ഗ്ലാസ്, നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് അല്ലെ, നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ് സ്റ്റീലാണെങ്കിൽ കുഴപ്പമില്ല. അത് ആ ഗ്ലാസ് കൊണ്ടാണെങ്കിൽ കുട്ടികൾ അത് എടുക്കുമ്പം എന്ത് പറയും? നോക്കിയാ പൊട്ടുട്ടോ, നോക്കണേ, പൊട്ടിയിട്ടല്ല അല്ലെ, പൊട്ടാൻ ഇടയുള്ളത് കൊണ്ട് പറഞ്ഞു വെക്കാണ്. ശ്രദ്ധിക്കണേ. ഉമ്മമാരും തന്നെ എന്ത് ചെയ്യും? കഴുകുമ്പോ നന്നായി ശ്രദ്ധിക്കും. കാരണം എന്താ? അത് നമ്മൾ കൊളത്തിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, കൊണ്ടുവരുമ്പോഴും ശ്രദ്ധിക്കണം, വെക്കുമ്പോഴും ശ്രദ്ധിക്കണം. പൊട്ടാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഒരു എക്സ്ട്രാ കെയർ കുപ്പി ഗ്ലാസ് തമ്മിൽ നമ്മൾ എന്താകുന്നത്, കൊടുക്കുന്നത്. കാരണം എന്താ അറിയോ? അത് പൊട്ടിക്കഴിഞ്ഞാൽ, ഇതല്ല, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ കൈക്ക് വരും. ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താകൂല, പിന്നെ അത് നമുക്ക് പശ ചേർത്ത് വെച്ച് ഒട്ടിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ അങ്ങനെ ഒട്ടിച്ചു വെച്ച ഗ്ലാസ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റൂല, പൊട്ടിപ്പോയാൽ. അതുകൊണ്ടാണ് അമിതമായ ഒരു ശ്രദ്ധ ഒരു ഗ്ലാസ് ടംബ്ലറിന് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നത്. ഇന്ന് വരുമ്പോഴും എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, അയലോക്കത്ത് നിന്ന് കൊണ്ടുവന്ന ജ്യൂസ് ഗ്ലാസ് ഉണ്ടായിരുന്നു. പെരുന്നാളിന്റെ അന്നത്തെ മഹാതിരക്കിനിടയിൽ നമ്മുടെ വീട്ടിലെ ഗ്ലാസ് തികയാതെ വന്നപ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന 2 ഗ്ലാസ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പകരം വാങ്ങണം. ഗ്ലാസ് പൊട്ടും, അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ടംബ്ലറുകളാണ്.
അത് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും വെക്കുമ്പോഴും എല്ലാം നല്ല ശ്രദ്ധയോടെ വേണം രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കാൻ. അത് മറ്റൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും നിങ്ങൾ ആലോചിച്ച് നോക്ക്, പെൺകുട്ടി പുറത്തിറങ്ങുമ്പോൾ എവിടുക്കാ പോണു പോയി. ഒരു 5 മിനിറ്റ് നേരം വൈകിയാൽ ആൺകുട്ടികളെക്കാൾ ഏറെ പ്രശ്ന പെൺകുട്ടികൾ. 5 മിനിറ്റ് നേരം വൈകിയാൽ ചോദിക്കും എവിടേക്ക്, എന്ത് നേരം വൈകിയത്. മനുഷ്യന്റെ മനസ്സിൽ ഒരു ആധി ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇക്കഴിഞ്ഞ ദിവസം ബലിപെരുന്നാളിന് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി കൂട്ടുകാരികളുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോയ 2 മുസ്ലിം പെൺകുട്ടികളെ 2 മുസ്ലിം ആൺകുട്ടികളോടുകൂടി പിടികൂടിയത് ആഘോഷത്തിന്റെ തിമർപ്പ് അമിതമായിട്ട് MDMA കൂട്ടിയിട്ടാണ്. അല്ലേ? നമ്മുടെ നാട്ടിലാണ്, ഇംഗ്ലണ്ടിൽ നടന്ന കഥയല്ല ഞാൻ പറയുന്നത്. കണ്ണൂർ ജില്ലയിലാണ് നടക്കുന്നത്. മുസ്ലിം പെൺകുട്ടികൾക്കിടയില 2 പേരും 21, 22 വയസ്സുള്ളവരാ. നമ്മൾ എന്ത് പറയും, 21, 22 ഒക്കെ വയസ്സായി, അങ്ങനെ കുട്ടികളെ നമ്മൾ അങ്ങനെ പിന്നാലടന്ന് നോക്കിയോ ശരിയാവുമെന്നാ. ഒരു നല്ല പട്ടമാണെങ്കിൽ ആ പട്ടത്തിൽ ഉറപ്പുള്ള ഒരു കയറ് ചേർത്തു കെട്ടണം. അപ്പോഴേ പട്ടത്തിന് ഉയരത്തിൽ പറക്കാൻ പറ്റുള്ളൂ. നമ്മൾ പെൺകുട്ടികളോ ആൺകുട്ടികളും എത്ര ഉയരത്തിലും പറന്നോട്ടെ, പക്ഷേ നമ്മുടെ കയ്യിൽ ആ പട്ടത്തിന്റെ ചരട് വളരെ ഭദ്രമായിരിക്കണം. ചരട് പൊട്ടിപ്പോയാൽ ഒരു പക്ഷേ നമ്മുടെ കൺട്രോളിൽ നിന്ന് അപ്പുറത്തേക്ക് ആ പട്ടം പോയി കഴിഞ്ഞാൽ പിന്നീട് അത് കുത്തിയിട്ട് എന്ത് ചെയ്യും, നിലത്ത് വീണു പോകും. വേങ്കൊടുക്കി അല്ല, എനിക്ക് വേണ്ട. വെള്ളക്കുപ്പി കുടിച്ചിട്ട് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പുറത്തു പോകുമ്പോ പഴയ കാലത്തേതുപോലെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാ. ഇപ്പത്തെ കാലത്ത് ഇപ്പൊ പെൺകുട്ടികളൊക്കെ അങ്ങനെ കൂട്ടിലടച്ചിടാൻ പറ്റുമെന്നാ അല്ലേ? ഇപ്പത്തെ കാലത്ത് കുറച്ചൊക്കെ തുറന്നു വിടണ്ടേന്നാ ഞാൻ പറയുന്നത്. തുറന്നു വിടുന്നതിനൊന്നും എതിരില്ല ഞാൻ. പക്ഷേ അതിന്റെ ആ കയറ് ആരുടെ കയ്യിൽ ഉണ്ടാകണം? നമ്മുടെ കയ്യിൽ. അതവര് ഹോസ്റ്റലിൽ പഠിപ്പിക്കുകയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും കലാലയങ്ങളിൽ പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ആ ഒരു കയറ് കൂടെ വേണം. ആ ഒരു കയറ് കൂടെ വേണം. അതില്ലാതെ വന്നതുകൊണ്ടാ പെരേന്ന് എവിടുക്കാ പോയത് എന്ന് ചോദിച്ചപ്പോ പെരുന്നാൾ ആഘോഷിക്കാൻ പോയതാണെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോ 2 പെൺകുട്ടികളുടെ ഉമ്മമാർക്ക് കരയേണ്ടി വന്നത് കൺട്രോളില്ലാതെ, പട്ടത്തിന്റെ കയറ് കയ്യിലില്ലാതെ പറത്തി വിട്ടത് കൊണ്ടാണ്. നമ്മൾ ആലോചിക്കണം. ആ കുട്ടികൾ ഇപ്പോഴും എന്ത് ചെയ്യാണ്? ജയിലിൽ കിടക്കുകയാണ്, 2 പുരുഷന്മാരോടുകൂടി. നമ്മുടെ കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്റെ കുട്ടികൾ അങ്ങനെ ആകൂല എന്ന് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ വിചാരിക്കേണ്ട. MDMA അടക്കമുള്ള മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികളെ ഞങ്ങൾക്കറിയാം. പലപ്പോഴും കരഞ്ഞു പോയിട്ടുണ്ട്. കാര്യപ്പെട്ട ആളുകളുടെ മക്കളായിരുന്നവർ അർദ്ധരാത്രിയിൽ ഇറങ്ങിപ്പോയിട്ട് ഇതിന്റെ വ്യാപാരം നടത്തുന്നത് അറിഞ്ഞപ്പോ സങ്കടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കളെ കുറിച്ച് നല്ല ബോധവും ഉണ്ടാകണം നമുക്ക്. അവിടെ ഇസ്ലാം എന്താ പറഞ്ഞത്? അതാ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. വിശുദ്ധമായ മതത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ആ മതത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഏതൊരു സ്ത്രീക്കും കൂട്ടായിട്ടൊരു പുരുഷനുണ്ടായിരിക്കട്ടെ എന്നാ. അത് ഉപ്പയാണെങ്കിൽ ഉപ്പയാകേണ്ട പ്രായത്തിൽ ഉപ്പയായിരിക്കണം. ആങ്ങളമാരാകേണ്ട പ്രായത്തിൽ പ്രൊട്ടക്ഷൻ ആങ്ങളമാരുണ്ടായിരിക്കണം. കാരണം ദുനിയാവിലെ ഏറ്റവും മൂല്യവത്തായ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് സ്ത്രീ. അതുകൊണ്ട് അവളെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടരുത്. അങ്ങനെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെയൊക്കെ അടുക്കല് ATM-ലേക്ക് പണം കൊണ്ടുവന്ന് നടക്കുന്ന പണപ്പെട്ടി ചുമക്കുന്ന വണ്ടികളുണ്ട്. ആ വണ്ടിയിൽ തോക്കും പിടിച്ച് ആരുണ്ടാകും? ഒരു സെക്യൂരിറ്റിക്കാരൻ ഉണ്ടാകും, അല്ലേ? ഒരു സെക്യൂരിറ്റിക്കാരൻ ഉണ്ടാകും. ആ പണവും കൊണ്ട് വരുമ്പോ ബാങ്കുകളിലേക്ക് പണം കൊണ്ടുവരുന്ന പെട്ടി സൂക്ഷിക്കാൻ എന്തിനാണ് അവിടെ ഒരു പട്ടാളക്കാരൻ? അത് വിലപിടിപ്പുള്ള വസ്തു ആയതുകൊണ്ടാ. ഇസ്ലാം പറഞ്ഞു, ഒരു പെണ്ണ് പുറത്തു പോകുമ്പോ തനിക്ക് വിവാഹബന്ധം ഹറാമായ ഉപ്പയോ ആങ്ങളയോ അല്ലെങ്കിൽ ഭർത്താവോ തനിക്ക് ബന്ധപ്പെട്ട അമ്മാവനോ എളാപ്പയോ
തനിക്ക് വിശ്വസ്തരായി വിവാഹബന്ധം ഹറാമായ തന്നിലേക്ക് ഒരു അരുതായ്മയെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളുടെ പ്രൊട്ടക്ഷനോടുകൂടി മാത്രമേ പുറത്തു പോകാവൂ എന്ന് മതം പറയുന്നത് അതുകൊണ്ടാണ്. എന്നിട്ട് അവര് പോകുമ്പോഴും സുരക്ഷിതരായി പോകാൻ ശീലിക്കണം. അതെങ്ങനെയാ? അവരുടെ ഔറത്തുകൾ പൂർണ്ണമായി മറച്ചു കൊണ്ടുപോകണം. കാരണം എന്താ? ഒരിക്കലും തന്നെ തുറന്നിട്ട് കൊടുക്കേണ്ട സാധനമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ അങ്ങാടിയിൽ നിന്ന് 1 കിലോ മത്തി വാങ്ങിയിട്ട് പോവാണ് അല്ലെ? ഇവിടെ മത്തി തന്നെയല്ലേ പറയാ? 1 കിലോ മത്തി വാങ്ങിയിട്ട് പോകുക. ആ മത്തി വാങ്ങി പോകുന്ന കീസ് നിങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് പിന്നെ ഒരു പൊതിയാക്കി ചാക്കിലാക്കി കക്ഷത്ത് വെച്ചിട്ടാണോ പോവുക? ഇല്ലല്ലോ. കാരണം എന്താ? അതിനത്രേ മൂല്യമുള്ളൂ അല്ലേ? സാധനം നല്ല സാധനം, പക്ഷെ അതിനത്രേ മൂല്യമുള്ളൂ. എന്നാൽ നിങ്ങളെ കടയിൽ നിന്ന് നിങ്ങളുടെ മകളുടെ മകൾക്ക് ഒരു അരഞ്ഞാണം കെട്ടാൻ, അല്ലെങ്കിൽ ഒരു ചെറിയ കമ്മല് കാതുകുത്താൻ, നിങ്ങളൊരു കാപ്പവന്റെ പറ്റു വാങ്ങി പോവുകയാണെങ്കിൽ അതൊരു പെട്ടിയിലിട്ട്, അതൊരു കവറിലിട്ട് ഒതുക്കി മടക്കി എത്ര സൂക്ഷ്മതയോടുകൂടിയാ നിങ്ങൾ കൊണ്ടുപോവുക. എന്താ കാരണം? അതിന്റെ വാല്യൂ അത്രയാണ്. 160 രൂപയുടെ മത്തി അല്ല കൊണ്ടുപോകുന്നത്, 71,000 രൂപയുടെ സ്വർണമാണെന്നുള്ള ബോധം ബുദ്ധിയുള്ളവന്റെ തലയിൽ ഉള്ളത് കൊണ്ടാ. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു ഏറ്റവും മൂല്യവത്തായ വസ്തു ഭൂമി ലോകത്ത് ഏതാ? അത് പെണ്ണാണ്. ആ പെണ്ണിനെ മറക്കേണ്ടതുപോലെ മറച്ച് അവളുടെ അംഗലാവണ്യങ്ങളെ കൊണ്ട് അന്യപുരുഷനെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് പോകേണ്ടതല്ല. ആരെങ്കിലുമൊക്കെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ, നമുക്ക് വിരോധമല്ല. പക്ഷേ നമ്മുടെ മതം അനുശാസിക്കുന്നവർ, മതം അംഗീകരിക്കുന്നവർ എങ്ങനെ പോകണമെന്ന് മതം പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ആമുഖം പറഞ്ഞത് ഉദ്ഖുലു ഫിസ്സിൽമി കാഫ. സമ്പൂർണമായിട്ട് നമ്മുടെ മക്കൾ, വിശ്വാസിയായ എന്റെ മകള്, എന്റെ ഭാര്യ, എന്റെ കുടുംബത്തിൽപ്പെട്ടവള്, ഞാൻ ഉദ്ദേശിക്കുന്ന മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നവർ, അവരുടെ മക്കള് പുറത്തിറങ്ങി പോകുമ്പോ ഔറത്ത് വേണ്ടതുപോലെ മറച്ചു വേണം. ഔറത്ത് മറക്കലുമുണ്ട്, ഇപ്പത്തെ രീതിയിൽ പൊതിയലുമുണ്ട് അല്ലേ? ഔറത്ത് മറക്കുക എന്ന് പറഞ്ഞാൽ, മറ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അതിന്റെ പിന്നിൽ അങ്ങനെ ഒന്നുണ്ട് എന്ന് അറിയാത്ത രൂപത്തിൽ പോകണം. അതല്ലേ മറക്കുക എന്ന് പറഞ്ഞാൽ? ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഔറത്തൊക്കെ പൊതിഞ്ഞിട്ടി കൊണ്ടുപോകല. സാധനം എത്ര ഉണ്ട് എന്നൊക്കെ അവിടെ അറിയും, പച്ചക്കണ് കാണൂല എന്നേ ഉണ്ട്. അതിനും മാറിയിട്ട് ഇപ്പൊ പച്ചക്ക് കാണിച്ചു കൊടുക്കലൊരു ട്രെൻഡായ കാലമാണ് അല്ലെ? അത് പറയാതെ വയ്യല്ലോ. ചിലതൊക്കെ തുറന്നു പറയണം. കാരണം എന്താ? ആളുകളെ ആകർഷിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് പല സിനിമാ നടിമാരും അതുപോലെ തന്നെ സെലിബ്രിറ്റികളെയും ഒക്കെ സ്വർണ്ണക്കടയുടെയും അതല്ലെങ്കിൽ ചായക്കടയുടെയും ഒക്കെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നത്? എന്തുകൊണ്ടാ? ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നവന് എന്റെ ചായക്കട ഏറ്റവും നന്നായി അറിയപ്പെടണമെന്നാണ് ആഗ്രഹം. അത് സ്വർണ്ണക്കടയായാലും ചായക്കടയായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന് വരുമ്പോ അവിടെ ആര് കൂടണം? ആള് കൂടണം അല്ലെ? ആ ആള് കൂടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സാധനങ്ങൾ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. അപ്പൊ അവര് കൂടണമെങ്കിൽ എന്ത് വേണം? കൂടാനുള്ള ചില പ്രക്രിയകൾ അവരിൽ വരുത്തിയിരിക്കണം. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ഇക്കിളിപ്പെടുത്തി അവനവനിലേക്ക് ആകർഷിച്ച് പരസ്യം ചെയ്ത് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്ന മുതലാളിമാര് നാട്ടിലുള്ളപ്പോ ഈ സ്ത്രീകളെ അവിടെ എന്ത് ചെയ്യാണ്? ആ സ്ത്രീകളെ കൊണ്ടുവന്ന് പ്രദർശന വസ്തുവാക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ആരും ഒരാളെയും കുറിച്ചും ചിന്തിക്കണ്ട. ഇസ്ലാം അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? വിലക്കിയിട്ടുണ്ട്. അത് കാണാൻ പോകുന്നതിനെയും വിലക്കിയിട്ടുണ്ട്. ഇസ്ലാം കൃത്യമായി പറഞ്ഞു, സ്ത്രീകൾ പുറത്തു പോകുമ്പോ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ജാഹിലിയ കാലത്ത് തുള്ളിക്കളിച്ച് പുറത്തിറങ്ങി പോയിരുന്നത് പോലെ സ്ത്രീകളെ നിങ്ങൾ പുറത്തേക്ക് പോകരുതെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ പോകേണ്ടത്? അതും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. തീരെ പോകാൻ പാടില്ല എന്നല്ല, ആവശ്യങ്ങൾക്ക് പുറത്തു പോകാം. പുറത്തു പോകുമ്പോ തങ്ങളുടെ അംഗലാവണ്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചു കൊണ്ടുപോകരുത്. പിന്നെയോ അവരുടെ മാറിടങ്ങളിലേക്ക് അവരുടെ തട്ടത്തിന്റെ തലപ്പ് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഇസ്ലാമിക് കോളേജുകൾ എന്നറിയപ്പെടുന്ന ചില കോളേജുകൾ, ആ കോളേജുകളിൽ പോലും കാണുന്ന വേഷവിധാനങ്ങൾ എന്താ? ഒരു പാന്റൊക്കെ ഇട്ടിട്ട് അല്ലെ, അരക്കറ്റമുള്ള ഒരു ഷർട്ട് ഇട്ടിട്ട്, പിന്നെ നല്ല ഒരു മഫ്ത് അങ്ങനെ കുത്തിയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ? താഴെ കൊണ്ടും തൂക്കിയിടൂല. പിന്നെന്താ? അതിങ്ങനെ ചുറ്റിക്കെട്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഫർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഒരു 5-10 പിന്നൊക്കെ കുത്തിയിട്ട്. പിന്നെന്താ? കാണാൻ പറ്റുന്നതൊക്കെ കാണും. നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, അത് പൊതിയലാണ്, മറക്കലല്ല.
വേഷവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശരിക്കും ചിന്തിക്കണം. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ പുരുഷന്മാരെ, നിങ്ങൾ സ്ത്രീകളുടെ വേഷം ധരിക്കരുത്. ഓ സ്ത്രീകളെ, നിങ്ങൾ പുരുഷന്മാരുടെ വേഷവും ധരിക്കരുത്. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വേഷമുണ്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ വേഷമുണ്ട്. കാരണം എന്താ? അവരുടെ രണ്ടുപേരുടെയും ശരീരപ്രകൃതം രണ്ട് രൂപത്തിലാണ്. അവരുടെ ശരീരത്തിന്റെ പ്രകൃതി രണ്ട് രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് രണ്ടിനും അനുയോജ്യമായ രൂപത്തിലുള്ള വേഷവിധാനങ്ങളെ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. അതൊരിക്കലും മാറരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസിൽ കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ലഅനത്ത് ലഭിച്ചിരിക്കുന്നു. ആർക്കാണ്? മൻ ലബിസ, ധരിച്ച ഒരാൾക്ക്, മൻ യൽബസു ലിബാസൽ മർഅതി, സ്ത്രീകളുടെ വേഷം ധരിച്ച പുരുഷന്മാരെ, സ്ത്രീകളുടെ വേഷം ധരിച്ച പുരുഷന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇപ്പൊ ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് രൂപം. അവരുടെ മുടിന്റെ ചേലും കോലൊക്കെ കണ്ടാല് നമ്മൾ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നോക്കണം, എന്നാലേ അവന് ഇപ്പൊ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയൂ. ആ രൂപത്തില് ബേക്ക് കണ്ടാലൊന്നും അറിയില്ല, മുടിയൊക്കെ ഒരേപോലെയാ അല്ലെ? അങ്ങനെയൊക്കെ കാടും മുടിയൊക്കെ ആയി നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു കാക്കുമാറാവട്ടെ. അല്ലെ? അള്ളാന്റെ റസൂൽ ഉടനെ തന്നെ പറഞ്ഞു, വൽ മർഅത, എങ്ങനത്തെ മർഅത്തിനെയാണ് ശപിച്ചിരിക്കുന്നത്? തൽബിസു ലിബാസൽ റജുൽ, പുരുഷന്റെ വേഷം ധരിച്ച പെണ്ണിനെയും, ഔ കമാ ഖാൽ, പുരുഷന്റെ വേഷം ധരിച്ച പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിച്ച പുരുഷനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന്, അള്ളാന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് പച്ചയ്ക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിച്ച വേഷം നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വാങ്ങിച്ചു കൊടുക്കുന്നതാരാ? ഉപ്പയും ഉമ്മയോ നമ്മൾ അല്ലേ? ഇതൊക്കെ പറയുമ്പോ ഞാനൊരു പഴഞ്ചനാന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അല്ലേ? നമ്മുടെയൊക്കെ കാലത്ത്, ഇക്കാലത്ത് അതൊക്കെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന പെൺപിള്ളേര് ഇഷ്ടം പോലെ വരുന്ന കലാലയങ്ങളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരാ നമ്മളും. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ എത്ര കൃത്യമായിട്ടാ പറഞ്ഞത്, ശപിച്ചിരിക്കുന്നു. ഇതൊരു തമാശ പറഞ്ഞതല്ലല്ലോ, പറഞ്ഞത് മുത്തുനബിയല്ലേ. അള്ളാന്റെ റസൂലിനെയും അള്ളാഹുവിനെയും സമ്പൂർണമായി അംഗീകരിക്കാൻ എന്തേ മുസ്ലിങ്ങളായ നമുക്ക് കഴിയാതെ പോകുന്നത്? അങ്ങനെ പറയുന്ന ഒരു മുസ്ലിം ജമാഅത്തുകാരായ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന പെൺകുട്ടി, എന്റെ മകളാവട്ടെ മരുമകളാവട്ടെ എന്റെ ഭാര്യയാവട്ടെ ആരായിരുന്നാലും, അള്ളാന്റെ റസൂല് ശപിച്ച ഒരു വസ്ത്രവുമായി പുറത്തിറങ്ങാൻ നമ്മൾ സമ്മതിക്കുന്നുവെങ്കിൽ ആ ശാപം നമ്മളിലേക്ക് കൂടി വരാനല്ലേ സാധ്യതയുള്ളത്? അള്ളാഹു കാക്കുമാറാവട്ടെ. ഇതൊക്കെ പറയാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചു കൂട്ടിയത് അള്ളാന്റെ റസൂൽ. അതിപ്പോ നാട്ടിലെല്ലാരും യൂണിഫോം അങ്ങനെ ആയപ്പോ ഞാനൊന്ന് വാങ്ങിക്കൊടുത്തതാന്ന് പറയണ്ട, അങ്ങനെ പറയണ്ട. നമ്മൾ ശക്തമായിട്ട് എതിർത്തു നിന്നാൽ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. മുഖം മറച്ച് വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് മുഖം മറച്ചുകൊണ്ടേ എനിക്ക് വരാൻ കഴിയൂ, അല്ലെങ്കിൽ പഠനം നിർത്തിക്കളയുമെന്ന് പറഞ്ഞ് ഇപ്പോഴും +2 തുടർന്ന് പഠിക്കുന്ന പെൺകുട്ടികളെ എനിക്കറിയാം. അവര് മുഖം മറച്ചേ ക്ലാസ്സിൽ പോകുന്നുള്ളൂ. അതൊന്നും ഇവിടെ നിയമപരമായി തെറ്റൊന്നുമല്ല. നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ഉണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ മാഷ് പറഞ്ഞു ഷോള് തലയിലിടുക, തോളിക്കിടുകയാണ്. തോളിക്കിടുന്നതൊന്നും അല്ല, അതിലേറെ പ്രശ്നമാണ്. മറക്കുന്നു എന്ന് പറയുന്നവർ അവരുടെ ജിൽബാബിനെ താഴോട്ട് താഴ്ത്തിയിടുന്നതിന് പകരം അത് ചുറ്റിക്കെട്ടി വെച്ചുകൊണ്ട് പോവുക. എന്തിനാ? അവരുടെ ഇഷ്ടപ്പെട്ട പുരുഷന്മാരെ കാണാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തെ മികപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. അവിടെയാണ് പ്രദർശന പരത, എക്സിബിഷണലിസം പെൺകുട്ടികളിലും സ്ത്രീകളിലും വർദ്ധിച്ചു വന്നാൽ അവരിലേക്ക് എക്സിബിഷണലിസം എന്നതിന് പറയാ, പ്രദർശന പരതയുള്ള സ്ത്രീകളും പുരുഷന്മാരും അല്ലേ? ഈ അടുത്തൊരു കമന്റ് വായിച്ചു ഞാൻ. ഒരു കമന്റ്, ഒരു പെണ്ണ് ട്രൗസറൊക്കെ ഇട്ടിട്ട് ഒരു സദസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ഒരു പെണ്ണ് നല്ല ട്രൗസർ, എന്റെ ഭാഷയിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, പറയേണ്ടത് വേറെ പല ഭാഷയാണ്. ഒരു ട്രൗസറൊക്കെ ഇട്ടിട്ട് സദസ്സിൽ ഇരിക്കുകയാണ്. ഒരു ടീഷർട്ട് പോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. ഉടനെ അതിന്റെ അടിയിൽ ഒരു കമന്റ് ഉണ്ട്, ഒരു ബസ്സിലെങ്ങാനും ഒരു പുരുഷനാണ് ഒരു പെണ്ണിന്റെ ഇടയിൽ അങ്ങനെ ഇരിക്കുന്നതെങ്കിൽ നാളെ പോലീസ് പിടിക്കും. എന്താ? അവിടെ ലൈംഗികാവയവും പ്രദർശിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ട സാധനം പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല മടക്കുത്തി പോവാൻ. മടക്കുത്തി കുത്തുക എന്ന് പറഞ്ഞത് സുന്നത്തായ കാര്യമായിട്ടല്ല പറഞ്ഞിട്ട്, ഹറാമാണ് വർഷത്തിൽ. പക്ഷെ അത് സ്ത്രീകളുടെ ഇടയിൽ ഒരു പുരുഷൻ ചെയ്ത പ്രശ്നം. ഒരുപാട് പുരുഷന്മാരിരിക്കുന്ന ഒരു സദസ്സിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഷർട്ടും ഒരു ബിക്കിനിയും ഒക്കെ ഇട്ടിട്ട് ഒരു പെണ്ണ് നിൽക്കുക, അതിനൊരു കുഴപ്പമില്ലല്ലോ.
അതെന്താ? അത് സ്ത്രീകളുടെ വസ്ത്രം ഏത് ധരിക്കണമെന്ന് അവരുടെ സ്വാതന്ത്ര്യമെന്നാണ്. അല്ലെ? എവിടേക്കാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ പോക്ക്? ഞാൻ പറയുന്നത് സമൂഹത്തിൽ മൊത്തത്തിൽ നന്നാക്കാനല്ല. അങ്ങനെ ധരിക്കുന്നവർ ധരിക്കട്ടെ. പക്ഷെ നമ്മുടെ മക്കൾ വിശുദ്ധമായ ഇസ്ലാമിനെ അവരുടെ ഭരണഘടനയായി അംഗീകരിക്കുന്നവരുടെ മക്കൾ അത്തരമൊരവസ്ഥയിലേക്ക് പോകുമ്പോ അതൊക്കെ പറഞ്ഞിട്ടെന്താ? ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമ്മുടെ കുട്ടികളെ സൽവഴിയിലേക്ക് നയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. വകുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, എന്റെ മക്കളുടെ കാര്യത്തിൽ എന്നോടും നിങ്ങളോടുമാണ് ചോദിക്കുക, മറ്റാരോടും അത് ചോദ്യം ചെയ്യൂല. ഉത്തരവാദിത്വം നമുക്കാണ്. എന്റെ മകള് പോകുന്ന കലാലയം, എന്റെ മകള് കല്യാണത്തിന് പോകുമ്പോ അവിടെ അവർക്ക് ഇപ്പൊ പുതിയ രൂപതല്ലേ, എത്ര ടൈറ്റ് ആക്കിയിട്ട് ഇടാൻ പറ്റുകയെന്നാ അല്ലെ? എന്നിട്ടോ അതിന്റെ മുകളിലിടുന്ന വസ്ത്രത്തിന് എത്രയായി ഇറക്കം? കൈയൊന്ന് പൊക്കി പിടിച്ചാൽ പൊക്കിൾ കുഴി കാണുന്ന രൂപത്തിൽ ആ സ്ത്രീകളുടെ വേഷവിധാനം അല്ലെ? എന്നിട്ട് പിന്നെ ചോദിക്കുക, അങ്ങനെ കാണുമ്പോൾ പ്രശ്നം ഉണ്ടാകണമെങ്കിൽ ഓൽക്ക് ഇഞ്ചക്ഷൻ ചെയ്യണ്ടേ? അങ്ങനെ അല്ലല്ലോ വേണ്ടത്. കാണുന്നവർക്ക് ഇഞ്ചക്ഷൻ ചെയ്യണം, വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കാണിച്ചു കൊടുക്കാതിരിക്കുക എന്ന മാന്യതയിലേക്ക് സ്ത്രീകളും വരണ്ടേ? അവിടെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇറങ്ങിപ്പുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വേഷവിധാനങ്ങളിൽ, സംസാരിക്കുന്നതിൽ നമ്മൾ ഇടപെടണം. അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ സംസാരിക്കേണ്ടതിന്റെ അതിർവരമ്പുകളെ കുറിച്ച് കൃത്യമായിട്ട് ഇസ്ലാം പറയുന്നുണ്ട്. ഇത് പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ബാധക, സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ബാധകമാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരോടൊത്ത് സംസാരിച്ചിരിക്കുമ്പോ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു വരുമ്പോ, പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പത്നിമാരോട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാര് ചോദിക്കുന്നുണ്ട്, നബിയെ, കടന്നു വരുന്നത് ഇബ്നു ഉമ്മു മക്തൂം അല്ലേ? അദ്ദേഹം ജന്മന അന്ധനായ ആളല്ലേ? ആകാൻ തുടങ്ങിയെന്ന്. ഇതിനൊക്കെ ഒരു പരിധിയില്ലെന്ന് മൈക്ക ചോദിക്കാൻ തുടങ്ങിയിരിക്കണം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? അപ്പൊ അമ്യാവാനി അന്തുമ, നിങ്ങൾ രണ്ടാളും കണ്ണ് കാണാത്തോലാണോ? അങ്ങോട്ട് കാണലും പ്രശ്നമാണ് അല്ലേ? നമ്മുടെ വീടുകളിൽ പഴയ കാലത്തൊക്കെ അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞു വന്നെന്താ അറിയോ? അന്യപുരുഷനും അന്യ സ്ത്രീയും സംസാരിക്കുമ്പോ ഇന്ന് പഴയതുപോലെയുള്ള അതിർവരമ്പുകൾ നമ്മൾക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ വീട്ടിലേക്ക് കൂട്ടുകാർ പോകുമായിരുന്നു. കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് പോകാറ് പതിവില്ല. ഇന്നങ്ങനെയല്ലല്ലോ. ഇന്ന് കല്യാണമൊന്നും വേണ്ട, ഒപ്പം പഠിക്കുന്നവരാന്നും പറഞ്ഞിട്ട് വന്നു കയറിയിട്ട് അവരവരുടെ റൂമുകളിൽ സൊറ പറഞ്ഞിരിക്കുകയോ അതിനുമപ്പുറം സല്ലപിക്കുകയോ ചെയ്യുമ്പോ മാതാപിതാക്കളുടെ നിസ്സംഗമായൊരു മറുപടി ഉണ്ട്. അതെന്താ? ഓന്റെ ഓളൊപ്പം പഠിച്ചണോലാണേ അല്ലെ? ഓളൊപ്പം പഠിക്കണോല. ഒപ്പം പഠിക്കുന്നവർക്ക് എന്തുമാവാമെന്നുള്ളിടത്തേക്ക് നമ്മുടെ മതം അനുവാദം നൽകുന്നില്ല. നിർത്തേണ്ട അതിർവരമ്പുകളുണ്ട്. വീടിന്റെ അകത്തേക്ക് കയറി വരുമ്പോ അയൽപക്കക്കാരനാണെങ്കിൽ പോലും, പഴയ കാലത്തൊരു മുസ്ലിം കുടുംബത്തിലേക്ക് കയറി വരുമ്പോ അയൽപക്കക്കാരനാണെങ്കിൽ പോലും അതിരുണ്ടായിരുന്നു വരുന്നിടത്ത്. ഇപ്പൊ അങ്ങനെയല്ല, അടുക്കളയിലൂടെ കയറി വരുന്നിടത്താ കാര്യങ്ങളുള്ളത്. നമ്മൾ ആ അതിർവരമ്പുകൾ നിർണയിക്കേണ്ടത് നമ്മളാ. എല്ലാത്തിനും അനുവദനീയമായ ഒരു മേഖലയുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്നു പോകാതിരിക്കാൻ ഞാനും ശ്രദ്ധിക്കണം, നിങ്ങളും ശ്രദ്ധിക്കണം. അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ പെൺകുട്ടികളുടെ വിവാഹമാണ്. ഇന്നിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. ആണിന് പെണ്ണിനെ കിട്ടാത്ത ഒരു കാല. പഴയതുപോലെയല്ല. പഴയ കാലത്ത് ലക്ഷങ്ങൾ കൊടുത്താലേ കെട്ടാൻ പറ്റുള്ളൂ.
ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പെണ്ണിനെ തെരഞ്ഞുകൊണ്ട് ആണുങ്ങൾ നെട്ടോട്ടം ഓടുന്ന കാല. കാരണം എന്താണെന്നറിയോ? നേരത്തെ തന്നെ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകുന്ന. ഇപ്പൊ അങ്ങനെയാണ്. പ്രപ്പോസ് ചെയ്യപ്പെടാത്തവർക്ക് കല്യാണം കിട്ടാൻ നേരം വൈകുക. 2 തവണയും 3 തവണയും ഒക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ട് തിരിച്ചു പോയവരെ എനിക്കറിയാം. പെണ്ണ് കിട്ടാത്തത് കൊണ്ട്, നല്ല ജോലി ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് എല്ലാവരും പ്രപ്പോസ് ചെയ്യപ്പെട്ടവരാ. പ്രേമവിവാഹങ്ങളോട് താല്പര്യം കൂടി വരിക പെൺകുട്ടികൾക്ക്. പ്രേമവിവാഹങ്ങൾ, തനിക്കിഷ്ടപ്പെട്ടവരെ, തനിക്കറിവുള്ളവരെ താൻ അറിഞ്ഞു കല്യാണം കഴിക്കുകയാ. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട് അവിടെ. ഒറ്റ ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾ അങ്ങനെ വലയിൽ വീഴുമ്പോ നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗിക്കപ്പുറം ഒന്നും ഒരു പുരുഷൻ അന്വേഷിക്കുന്നില്ല എന്നതാ. ഈ അടുത്ത് എന്റെ അടുക്കൽ കൊണ്ടുവന്നിരുന്നു ഒരു കുട്ടി. 10-18 വയസ്സായി. അവളോട് ചോദിച്ചപ്പോൾ 16-ാം വയസ്സിൽ തുടങ്ങിയ പ്രണയമാണ്. ആ 19 വയസ്സ് പ്രായമാകി 18 കഴിഞ്ഞ് 19ലേക്ക് കടക്കുമ്പോ കല്യാണം കഴിപ്പിക്കാൻ ഒരു നിവൃത്തിയുമില്ലാത്ത ഒരവസ്ഥയിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അത്യാവശ്യം എല്ലാ വേണ്ടാത്തരങ്ങളും കയ്യിലുണ്ട്. ഇവളെ അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നത്. അവളോട് ചോദിച്ചപ്പോൾ പറയാ, കണ്ണടച്ചിട്ട് പറഞ്ഞു, മറ്റൊരു വിവാഹം എനിക്ക് വേണ്ട, എനിക്ക് അവനെ തന്നെ മതി. ആ സമയത്ത് പറഞ്ഞു, അവൻ മദ്യപാനിയാണ്, മദ്യം കഴിക്കുന്നത് നിന്റെ കുടുംബക്കാര് കണ്ടിട്ടുണ്ട്. ഇത് വലിയൊരു സംഭവമാക്കിയിട്ട് കുടുംബം എന്നോട് പറഞ്ഞപ്പോ ഞാൻ അതിലേറെ വലിയൊരു സംഭവമാക്കിയിട്ട് ഓളോട് പറയാ, എന്ത്, നീ പ്രതിശ്രുത വരനായി കണ്ടുവെച്ച നിന്റെ കാമുകൻ അവൻ മദ്യപിക്കും. അപ്പൊ ഈ 19 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി പറയാ, അതൊക്കെ എനിക്കറിയാം, എന്റെ അടുത്ത് വരുമ്പോ എന്തായാലും മാറ്റും. ആലോചിച്ച് നോക്കി നിങ്ങള്. ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് പുറപ്പെടുക പെൺകുട്ടി. ഇപ്പൊ ഒരു കുഞ്ഞായിട്ട് സ്വന്തം വീട്ടിലിരിപ്പുണ്ട്. എന്താ കാരണം? ഓന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായത് കല്യാണം കഴിഞ്ഞതിന്റെ ശേഷമാണ്. അതിന്റെ മുമ്പ് പരവരാ പറയാൻ പലരും പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അന്നൊന്നും അതിനെന്തായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗ്ലാസ് ടംബ്ലറാ, പൊട്ടിയാൽ പിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. ഈ പെൺകുട്ടി അനാഥായിട്ട് വീട്ടിലിരിക്കുക, ഒരു പെൺകുട്ടിനെയായിട്ട്. ഇപ്പൊ പറയുന്നത് എന്താ? എന്റെ കുട്ടിനെ എന്ത് വില കൊടുത്തും വളർത്തണമെന്ന. ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷേ കണ്ടെത്തുമ്പോ നമ്മൾ ശ്രമിക്കണം. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇവനോട് അന്നേ ചോദിക്കുമ്പോ, അന്നേ അവനെ വിളിച്ച് സംസാരിക്കുമ്പോ ഓൻ പറഞ്ഞത് എന്താണെന്നറിയോ? എന്താണ് ഉസ്താദ് നിങ്ങൾ പറയണത്? ഒരു ദിവസം രാവിലെ ഞായറാഴ്ചയിൽ സ്പെഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞാൽ ഓളൊരു 9:30 ആവുമ്പോഴേക്ക് എത്തും. 9:30 എത്തിക്കഴിഞ്ഞാൽ 4-4:30 ആവുമ്പോൾ ഓളിന്റെ ബൈക്കുമ്പോ കറങ്ങും. എനിക്കാകെ ഉള്ളത് എന്താ? 250 റുപ്യന്റെ ചെലവാ. ഒരു 250 രൂപയുടെ ചെലവാ. എന്താ? ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുക്കണം, ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നാൻ വാങ്ങിച്ചു കൊടുക്കണം. അതിന്റെ അപ്പുറത്തൊന്നും വേണ്ട. 250 റുപ്യക്ക് ഇരിക്കെന്താ നഷ്ടം? അതിലപ്പുറം ഞാൻ മുതലാക്കിയിട്ടേ ഓളെ കൊണ്ടേക്കലുള്ളൂ. ഇതിന്റെ പച്ചക്ക് ഞാൻ പറയണ്ടല്ലോ, ഇതിനപ്പുറത്തൊന്നും ഞാൻ പറയണ്ടല്ലോ. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന്റെ ലാവണ്യം കണ്ടിട്ടാണ്. ഞാൻ ചോദിക്കുന്നത് പെൺകുട്ടികളോടാ. അങ്ങാടിയിൽ ഏതെങ്കിലും ഒരു വസ്ത്രത്തിന്റെ തിളക്കം കണ്ട് അതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വാങ്ങുമ്പോ മിനിമം നിങ്ങളുടെ പാകത്തിനുള്ള അളവുണ്ടോ ആ വസ്ത്രം എന്നെങ്കിലും നോക്കണ്ടേ? അല്ലെ, എനിക്ക് പാകാകുമെന്ന് നോക്കണ്ടേ? ആ വസ്ത്രത്തിന്റെ ക്വാളിറ്റി എന്താന്ന് നോക്കണ്ടേ? കണ്ണിലെ പളപളാ മിനുപ്പ് കണ്ടിട്ട് വാങ്ങിച്ചു വരും ആരെങ്കിലും ബുദ്ധിയുള്ളവർ? നമ്മളെ പെൺകുട്ടികൾ അങ്ങനെയാ, ഈയാമ്പാറ്റകളെ പോലെ വീണ് കൊടുക്കുക. ഇതിന്റെ ഇടയിൽ ഒരു കേസുമായിട്ട് വന്ന് വണ്ടൂര് ഭാഗത്തുനിന്ന്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞത് എന്താണെന്നറിയോ? ഓക്കുണ്ട് 10-20 വയസ്സ്. എന്തിനാ ഇറങ്ങിപ്പോയതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, എന്നെ വിവാഹം കഴിക്കാന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാ. വിവാഹ വാഗ്ദാനം നൽകി ബാംഗ്ലൂരിൽ പോയിട്ട് 4 ദിവസം നിന്നിട്ട് തിരിച്ചു വരിക. ബാംഗ്ലൂരിൽ ചെന്നപ്പോ ആദ്യത്തെ 4 ദിവസം കുഴപ്പമില്ല. 5-ാമത്തെ ദിവസം എന്റെ കൂട്ടുകാരനും കൂടി റൂമിൽ വന്ന് സംസാരിച്ചിരിക്കെ ഞാനൊരു സാധനം വാങ്ങിയിട്ട് പുറത്തു പോകട്ടെ എന്ന് ചോദിച്ചിട്ട് ഓൻ പുറത്തിറങ്ങി പോകുമ്പോഴാണ്, പോകുമ്പോ നിങ്ങളെ കൂട്ടുകാരനെയും കൂടി കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞപ്പോ, ഓൻ അവിടെ നിന്നോട്ടെ, ഓൻ ഉപദ്രവിക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴാ സങ്കടം, അപ്പോഴാ അവൾക്ക് അപകടം മണത്തത്. അവള് വേഗം റൂമിൽ നിന്ന് പുറത്തിറങ്ങി, വേണ്ടപ്പെട്ടവരെ വിളിച്ചറിയിച്ചു. ഒരുവിധം വലിയ പരിക്ക് ഓന്റെ അടുത്ത് നല്ലാതെ കിട്ടാതെ തിരിച്ചു വന്നു. ചോദിച്ചപ്പോ പറഞ്ഞത് എന്താ? എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോയത്. ഞാൻ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. കല്യാണം കഴിച്ചോളാന്ന് പറയുമ്പോ, പ്രപ്പോസ് ചെയ്യുമ്പോ ഇസ്ലാം അതിന് നിർദ്ദേശിച്ചൊരു നിയമമുണ്ട്. ആരോടാ പ്രപ്പോസ് ചെയ്യേണ്ടത്? നിങ്ങളെ മകളെ കല്യാണം കഴിക്കണം എന്ന് ഒരാൾക്ക് തോന്നിയാൽ ആ പെൺകുട്ടി പറയേണ്ടത്, എനിക്ക് ബാപ്പുണ്ട്, ഞാൻ പുറ്റിൽ മുളച്ചതല്ലോ, അതുകൊണ്ട് എന്റെ ഉപ്പയോട് ചോദിക്കൂ, എന്റെ ഉമ്മനോട് ചോദിച്ചോളൂ, പറ്റുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാതെ അവന്റെ കൂടെ ഉപ്പയെയും ഉമ്മയെയും വിട്ട് ഒരാഴ്ചത്തേക്ക് ടൂറ് പോകുമ്പോ സൂക്ഷിക്കണം. അവിടെ നമ്മൾ കരുത്താർജിക്കണം. അവിടെ നമ്മുടെ പെൺകുട്ടികൾ കരുത്താർജിക്കണം. എന്റെ ശരീരം ഞാൻ അവരുടെ ഒന്നും കെണിയിൽ കൊണ്ടുപോയി കൊടുക്കുവാനുള്ളതല്ല എന്ന ചിന്തയിലേക്ക് നമ്മൾ വരണം.
പഠിപ്പിക്കാനൊക്കെ എനിക്കിഷ്ടാ. പക്ഷേ പഠിപ്പിക്കുന്നതിനിടക്ക് മാതാപിതാക്കൾ ഇങ്ങോട്ട് സങ്കടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ടാ, അല്ലാതൊന്നുമല്ല. എത്ര വരെയും നമ്മുടെ കുട്ടികൾ പഠിച്ചോട്ടെ. പക്ഷേ പഠിക്കുമ്പോഴും ഞാൻ പഠിച്ച ഒരു മതമുണ്ട്, ഞാൻ ജനിച്ചു വളർന്ന ഒരു മതമുണ്ട്, എനിക്ക് വളർച്ച നൽകിയ എന്റെ മാതാപിതാക്കളുണ്ട്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും അവരുടെ സന്തോഷങ്ങളുമാണ് എനിക്ക് വലുത്. അവരെ സങ്കടപ്പെടുത്തിക്കൂടാ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. അതില്ലാതെ വന്നാൽ നമ്മളെ സൂക്ഷ്മതക്കുറവാണ്. രക്ഷിതാക്കളായ നമ്മളാ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പരിശോധിക്കേണ്ടടുത്ത് പരിശോധിക്കുകയും പരിശോധിക്കപ്പെടേണ്ടതൊക്കെ പരിശോധിക്കപ്പെടുകയും ചെയ്യുക. അന്വേഷിക്കേണ്ട ഇടങ്ങളിലെല്ലാം അന്വേഷിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരത്തെ മാഷ് തന്നെ പറഞ്ഞു ട്യൂഷൻ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു. സംഗതി ശരിയാണ്. 90% കുട്ടികളും A+ വാങ്ങുന്നത് ട്യൂഷൻ സെന്ററുകൾ നിലവിലുള്ളത് കൊണ്ടാ. സമ്മതിക്കാതെ വയ്യ. കാരണം സ്കൂളുകളിൽ എന്ത് നടക്കുന്നു എന്ന് മാഷെ പോലത്തെ അപൂർവം ചില ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പലപ്പോഴും ബുക്കും സ്ലേറ്റും സ്കൂളെന്നും പഠനം ട്യൂഷൻ സെന്ററിലും എന്ന് പറയുന്ന അവസ്ഥ ചില കലാലയങ്ങളിലെങ്കിലും ഉണ്ട്. ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. എല്ലായിടത്തും അങ്ങനെയാണെന്നോ എല്ലാ അധ്യാപകരും അങ്ങനെയാണെന്നോ പറയുന്നില്ല. കാരണം ഞാനും ഒരു കലാലയം കൊണ്ട് നടക്കുന്നയാളാ. പക്ഷേ ട്യൂഷൻ സെന്ററുകളിലേക്ക് പോകുമ്പോ ആ ട്യൂഷൻ സെന്ററുകളിലേക്ക് കുട്ടികളെ ആകർഷിക്കുവാൻ ട്യൂഷൻ സെന്ററിന്റെ അധികൃതർ ചെയ്യുന്നത് എന്താ? എന്തു വേണ്ടാത്തരത്തിനും അവരുടെ കൂടെ നിന്ന് കൊടുക്കുക എന്നാ. അല്ലെ? കഴിഞ്ഞ വർഷം ടൂർ നിരോധിച്ചപ്പോ അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നത് ആരാ? ട്യൂഷൻ സെന്ററുകാരാ. ഇനിയിപ്പോ നിങ്ങൾ നോക്ക്, വെക്കേഷൻ സമയമാണിപ്പോ. ബാലാവകാശ നിയമപ്രകാരം ക്ലാസ് നടത്താൻ പാടില്ല എന്നാണ്. പക്ഷേ അത് ട്യൂഷൻ സെന്ററുകൾക്ക് ബാധകമാണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ഷെഡിന്റെ കീഴിൽ 150 കുട്ടികൾ പഠിക്കുന്നുണ്ടാകും. ട്യൂഷൻ സെന്ററുകളിൽ ട്യൂഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നടക്കണ്ടെന്നോ പഠിപ്പിക്കണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ അവിടെയും ചില അരുതായ്മകൾക്ക് വേദിയാക്കപ്പെടുന്നുണ്ട്. മിനിമം ട്യൂഷൻ ആണെന്ന് പറഞ്ഞ കുട്ടി 8 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സിന് 7:30 പോയി അടയിരിക്കുന്ന ചില പെൺകുട്ടികളും ആൺകുട്ടികളുമുണ്ട്. അവരുടെ ഈ അടയിരിപ്പിന് കൂട്ടുനിൽക്കുന്ന പല അധികാരികളുമുണ്ട്. എന്തിനാ? അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇത്തവണ 100 പേരുടെ അഡ്മിഷൻ ആണെങ്കിൽ അടുത്ത തവണ അത് 150 വർദ്ധിപ്പിക്കണം. സാമ്പത്തികമാണ് എല്ലായിടങ്ങളിലും. കണ്ണടക്കുകയാണ് എല്ലാവരും. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം എന്തിനാന്ന് ചോദിച്ചാ നമ്മളും അവിടെ തന്നെയാണുള്ളത്. അതാ രസം അല്ലേ? നമ്മളെ കുട്ടികൾ എന്തിനാ പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ, പെൺകുട്ടികളോട് ചോദിച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാനാണ്. കാരണം എന്താ? ഭർത്താവിന്റെ 10 പൈസല്ലാതെയും എനിക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയും. അവിടെയാണുള്ളത്. ഞാൻ പറയുന്നത് പെൺകുട്ടികൾ ജോലി ചെയ്യണ്ടെന്നല്ല. പക്ഷേ ഒരു കുടുംബത്തിന് ഒരു നാഥനെ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഭരണകൂടത്തിന് ഒരു തലവനുണ്ടാകണം. 2 പ്രധാനമന്ത്രിമാർ ഒരുപോലെ ഭരിച്ചാൽ നടക്കൂല നമ്മുടെ രാജ്യം. അല്ലേ? സപ്തകക്ഷി മുന്നണികൾ ഭരിച്ചിരുന്ന കാലത്തൊക്കെയും അഴിമതിക്കെതിരെ മുഖമടച്ച് ആക്ഷേപിക്കുന്നതിനും നടപടിയെടുക്കുന്നതിനും പകരം മൗനം പാലിക്കേണ്ടി വന്നിട്ടുണ്ട് പലർക്കും. അതിന്റെ തിക്തഫലങ്ങൾ പല രാജ്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു നാഥൻ ഉണ്ടായിരിക്കണം. ആ നാഥന്റെ നിയന്ത്രണത്തിലല്ലാതെ കുടുംബങ്ങൾ പോയിക്കഴിഞ്ഞാൽ അവിടെ ശൈഥില്യങ്ങൾ ഉണ്ടാകും, ശിഥിലതകൾ ഉണ്ടാകും. സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അല്ലാതെ അടക്കി ഒതുക്കി ഭരിച്ച് തല്ലിയൊതുക്കി അവകാശങ്ങളും അധികാരങ്ങളും തച്ചുടച്ച് ഏകാധിപതിയെ പോലെ വാഴണമെന്ന നിലക്കല്ല. മറിച്ച് ഒരു നാഥൻ ഉണ്ടാകണം. ഒരു യാത്രാ സംഘം ഉണ്ടെങ്കിൽ അതിനൊരു ലീഡർ ഉണ്ടാകണം. ആ ലീഡർ ചില നിശ്ചിത കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടടുത്ത് അതെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ യാത്രാ സംഘം ഛിന്ന ഭിന്നമാകും. അതുകൊണ്ടൊരു ലീഡർ ഉണ്ടാകണം. ആ ലീഡർ കുടുംബത്തിലാരാ? ആ കുടുംബത്തിന്റെ നാഥനാണ്, പുരുഷനാണ്. ആ പുരുഷന്റെ ലീഡർഷിപ്പിൽ എല്ലാവരുടെയും സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒക്കെ വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ കുടുംബം മുന്നോട്ട് പോകണം. അവിടെ എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സ്വത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ എന്നല്ല. അതിന് മറിച്ച് എനിക്കും സമ്പാദ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞത് കേൾക്കണ്ട എന്നുള്ളിടത്തുമാകരുത്. രണ്ടും തുല്യമായി പോകുന്ന രൂപത്തിലാകണം. അതിന് പഠനം ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചോട്ടെ, കുടുംബത്തിൽ സന്തോഷമുണ്ടായിക്കോട്ടെ, വിരോധമില്ല. പക്ഷേ കുടുംബത്തിൽ സനാതന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നല്ല കുടുംബമായിട്ട് വർത്തിക്കണം. അതിന് ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പറയേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുകയും നടപ്പിലാക്കേണ്ടതുപോലെ നടപ്പിലാക്കുകയും ചെയ്യണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണെന്നറിയോ? കുടുംബങ്ങളിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? എല്ലാ നിലക്കും മക്കളെയും കുടുംബത്തെയും, ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, മക്കള് മാതാപിതാക്കളെയും, മാതാപിതാക്കള് മക്കളെയും ഒക്കെ സമ്പത്തിന്റെ കണ്ണിലൂടെ കാണുന്നത് കൊണ്ടാ. പണമുണ്ടാക്കാനുള്ള മാർഗമായി തന്റെ മക്കളെ കാണുന്നത് കൊണ്ടാണ്. അവർ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, നല്ല പണം സമ്പാദിക്കുന്ന മരങ്ങളായി വളരണമെന്ന് വെച്ചുകൊണ്ട് അതിന് വളമിടാൻ പണം കണ്ടെത്തുകയാണ്.
മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ലോൺ എടുക്കുകയാണ്. ലോൺ എടുക്കുന്നത് ഹറാമാണ്. ആ ഹറാമായ ലോൺ എടുത്ത് പഠിപ്പിച്ചിട്ട് മക്കൾ നമുക്ക് വല്ലതും സമ്പാദിച്ചു തന്നാൽ ആ സമ്പാദ്യം ഹറാമാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിയുള്ളവരെ നമുക്ക് കഴിയണം. ആ മക്കൾ സമ്പാദിച്ച് നമുക്ക് കൊണ്ടുവന്ന് തരുമോ? തരില്ല. തന്നാൽ തന്നെയും ജീവിതം സുഖകരമാകൂ? ആകൂല്ല. എന്തുകൊണ്ടാ? ഹറാമിലൂടെയാണ് അതിന്റെ കടന്നുപോക്ക്. ബിസിനസ്സിന് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും പ്രധാനം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ലോൺ എടുക്കുന്നിടത്താ. എല്ലാം ലോൺമയമാണ്, എല്ലാം സമ്പത്തിന്റെ മയമാണ്. അതുകൊണ്ട് എല്ലാം പണത്തിന് വിട്ടുകൊടുക്കാതെ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹത്തിനും നന്മയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരസ്പര സ്നേഹത്തിലൂടെയും ഐക്യത്തിലൂടെയും സന്തോഷത്തിലൂടെയും മക്കളെ മക്കളായി കണ്ടും മാതാപിതാക്കളെ മാതാപിതാക്കളെ ആയി കണ്ടും ഇണകളെ ഇണകളായി കണ്ടും പരസ്പരം സ്നേഹം പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തിലധിഷ്ഠിതമായ, പണത്തിനു പകരം സ്നേഹത്തിലധിഷ്ഠിതമായ ഒരു നല്ല കുടുംബത്തെ ഉണ്ടാകുമ്പോ നമുക്ക് കുടുംബത്തിൽ നിന്ന് കണ്ണിന് ആനന്ദകരമായ കാഴ്ചകൾ ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല കാഴ്ചകൾ ലഭിക്കുന്ന നല്ല കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ മാറ്റിത്തരുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ്